ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്ന പഠനങ്ങളെയും ഗവേഷണങ്ങളെയുമാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 4 വർഷ ബിരുദ പാഠ്യപദ്ധതി കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സാമൂഹ്യനീതി സങ്കല്പവും ശാസ്ത്രബോധവും ചരിത്രബോധവും നഷ്ടപ്പെട്ടു പോകാതെ ഒരു ജനതയെ പൂർണ്ണ വിദ്യാർത്ഥി സങ്കല്പങ്ങളിലേക്ക് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതെങ്കിലും വിധത്തിൽ ദേശീയാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടുന്നതായ യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. ഇപ്പൊ നോക്കൂ, ചാന്ദ്രയാൻ ദൗത്യം വിജയമായപ്പോൾ അതിൽ 95% ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ സിഇടിയിൽ ആ ദൗത്യത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു. 600-ലേറെ ശാസ്ത്രജ്ഞർ ആ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ സമയപരിമിതി കൊണ്ട് കടക്കുന്നില്ല. നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സാമാന്യേന ഗുണനിലവാരം പുലർത്തുന്നതാണ്, ഉയർത്തിപ്പിടിക്കുന്നതാണ്. ദിഷണാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാനുള്ള ഇടങ്ങളായി അവ മാറിയെന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് രാജ്യത്തും രാജ്യത്തിന് പുറത്തും പ്രശസ്തമായ ഒട്ടേറെ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലുമെല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് അധ്യക്ഷത വഹിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ, E അബ്ദുറഹീം, AK അനുരാജ് എന്നിവർ സംസാരിച്ചു. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ M നാസർ സ്വാഗതവും രജിസ്ട്രാർ ഡോക്ടർ EK രതീഷ് നന്ദിയും പറഞ്ഞു.